ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക്, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നോർമലി എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, മാർക്കറ്റിൽ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ട് ഓർഡർ ബ്ലോക്ക് എന്നുള്ളതിന് തന്നെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പോൾ പലതരത്തിലാണ് ആൾക്കാർ ഓർഡർ ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഒരു ICT കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് ആൻഡ് ഹൗ ടു ഫൈൻഡ് ഇൻ ദ മാർക്കറ്റ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ അതാണ് ജസ്റ്റ് നോക്കാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് യൂറോ USD ആണ്. യൂറോ USD 50-minute ടൈം ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് എല്ലാ ടൈം ഫ്രെയിമിലും ഇത് അപ്ലിക്കബിൾ ആണ്. അതായത് 5-minute ടൈം ഫ്രെയിം ഓർ ഹയർ ടൈം ഫ്രെയിം ഓർ അതിനും താഴെയുള്ള ലോവർ ടൈം ഫ്രെയിംസിലെല്ലാം ഇത് അപ്ലിക്കബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇതിൽ എക്സാമ്പിൾ കാണിച്ചു തരുന്നു എന്നുള്ളൂ. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണത് ഒരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ്. ഇതിന്റെ വൈസ് വേഴ്സ ആയിരിക്കും നമുക്ക് ബിയറിഷ് എക്സാമ്പിളിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള കാര്യം ഡെഫിനേഷൻ നോക്കാം. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ്. ആ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ആക്കണ്ട. അതായത് രണ്ട് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ അടുപ്പിച്ചിട്ട് വരണം, രണ്ടോ അതിൽ കൂടുതലോ. മനസ്സിലായോ? രണ്ടോ അതിൽ കൂടുതലോ ഡൗൺ ക്ലോസ് ക്യാൻഡിൽ അടുപ്പിച്ചിട്ട് വരണം ഒരു വലിയ മൂവ് ഉണ്ടാവുന്നതിന് മുമ്പ്. ഓക്കെ, അതാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് നോർമലി ഒരു 2 കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ അല്ലെങ്കിൽ 2 or 3 കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ഒരു വലിയ മൂവ് ഉണ്ടാവുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു ഓർഡർ ബ്ലോക്ക് അല്ല. ആ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ 2 കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ഉണ്ട്. ഈ ഒരു 2 കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ്, അതായത് ഒരു വലിയ അപ്പ് മൂവ് തരുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന രണ്ട് കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു FPG മസ്റ്റ് ആണ്. മനസ്സിലായോ? വിത്തൗട്ട് ആൻ FPG ആ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് അല്ല. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നമുക്കൊരു FPG ഉണ്ട്, 2 കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിലും ഉണ്ട്. ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ആയിരിക്കും നമ്മൾ എടുക്കുക. അതായത് ഈ രണ്ട് കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിലിന്റെ ഹൈയിലല്ല, രണ്ട് ഡൗൺ ക്ലോസ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ടു ക്ലോസിംഗ് പ്രൈസ്, ഇതായിരിക്കും നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് പെർഫെക്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഇതൊരു കളർ ചേഞ്ച് ചെയ്ത് വെക്കാം. ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ കളർ ഓക്കെ, ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വേണം എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് ഈ ഒരു FPG ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു FPG ടാപ്പ് ചെയ്ത ഉടനെ നമുക്ക് എൻട്രി എടുക്കാലോ ഒന്ന് നോർമലി വേറെ എല്ലാവരും പറയായിരിക്കും. അപ്പൊ ഇത് FPG ടാപ്പ് ചെയ്ത് എൻട്രി എടുക്കണതും ഇതും സെയിം തന്നെ അല്ലേ എന്നുള്ള രീതിയായിരിക്കും പറയാ. ഇത് നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഒരു കുറച്ചും കൂടി ഡൗണിലോട്ട് വന്നിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു FPGയും ഈ ഒരു ഓർഡർ ബ്ലോക്കും ഓവർലാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു FPGന്റെ ഉള്ളിൽ മാത്രം ടാപ്പ് ചെയ്യാണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? ഈ ഒരു FPG ഹൈ പ്രോബബിലിറ്റി FPG ആയി മാറും. മനസ്സിലായോ? അതായത് ഒരു ഓർഡർ ബ്ലോക്കും ഒരു FPGയും കൂടി കോറിലേറ്റ് ചെയ്ത് വന്നു, അതായത് രണ്ടും കൂടി ഒപ്പം വന്നു. ആ ഒപ്പം വന്ന സിനാരിയോസിൽ ആ ഒരു FPGനെ മാർക്കറ്റ് ഹൈ പ്രോബബിലിറ്റി FPG ആക്കി മാറ്റും. അതായത് മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് തുടങ്ങി നമ്മൾ എൻട്രി എടുത്തു, അത് ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്കും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക് എന്ന് പറയാനുള്ള റീസൺ, മാർക്കറ്റിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഒപ്പം തന്നെ ഒരു FPG കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്കും കൂടി ആയില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക്
എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഹൈന്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ടാർഗറ്റ് 1:2 സംതിങ് ലൈക്ക് ദാറ്റ് നമുക്ക് ടാർഗറ്റും വെക്കാം. 1:2 അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രീവിയസ് ലിക്വിഡിറ്റീസ് പോയിന്റ്സിൽ നമുക്ക് ടാർഗറ്റും വെക്കാം. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ നോർമലി വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് തന്നെ ഒരുപാട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് ഈ ഒരു കേസിൽ നമ്മൾ എടുത്തുള്ളത് കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ് ആണ്. അതായത് 2 കൺസിക്യൂട്ടീവ് ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് 2 or 3 ആയിക്കോട്ടെ, 3 or 4 ആയിക്കോട്ടെ, നമ്മൾ ആ 4 ക്യാൻഡിൽ ഫുൾ എടുക്കും ഓർഡർ ബ്ലോക്ക് ആയിട്ട്. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒരു ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിലാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ ടാപ്പും ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെ നിന്ന് മേലോട്ടും പോയിട്ടുണ്ട്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഞാൻ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ റീസൺ പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം, ICT കോൺസെപ്റ്റിൽ ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മുമ്പ് പറഞ്ഞതാണ് ICT കോൺസെപ്റ്റിലെ ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന കാര്യം. അതായത് കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ് എന്ന് പറയുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും, കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ് എന്ന് പറയുന്നത് ബിയറിഷ് ഓർഡർ ബ്ലോക്കും ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോർമലി വേറെ ആൾക്കാർ എടുക്കുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. അതായത് ലാസ്റ്റ് അപ്പ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കും. ഇത് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ടും കയറി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടായ ഒരു ഇത് കൂടി ആലോചിച്ച് നോക്കിയേ. മാർക്കറ്റ് ടൈം നോക്കിക്കോളൂ. അതായത് മൺഡേ ഓൾമോസ്റ്റ് ഒരു 5 PM, മൺഡേ ഓൾമോസ്റ്റ് ഒരു 5 PM മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 5 PM പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4:45 ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുള്ള ആലോചിച്ച് നോക്കിയേ, ട്യൂസ്ഡേ മോർണിംഗ് ആണ്. അപ്പൊ നമുക്ക് അത്രയും നേരം മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ എൻട്രിയിലോട്ട് മാർക്കറ്റ് വരിക എന്നുള്ള കാര്യം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റിൽ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഒരു മൂവ് തന്നെയല്ലേ അവിടെയും കിട്ടിയിട്ടുള്ളത് നമുക്ക്. മനസ്സിലായോ? ഇപ്പൊ പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം ഒരു നമുക്കിപ്പോ ഈ ഒരു മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയി 1:2 ടാർഗറ്റ് അടിച്ചു. ഇതാണ് ഒരു നോർമൽ കേസ് ഓഫ് സിനാരിയോ. ദിസ് ഈസ് വാട്ട് ICT ടീച്ചേഴ്സ്. അതായത് ICT കോൺസെപ്റ്റ് എന്നുള്ള കാര്യത്തിൽ ICT കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ കാണിച്ചു തന്നതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമല്ല. അതായത് ഈ ഒരു ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ അല്ല എടുക്കുക. നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടായിരിക്കും തിരിച്ച് മേലോട്ട് കയറി പോകുക. കാരണം സ്റ്റോപ്പ് ലോസ് അടിച്ചു മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടായിരിക്കും തിരിച്ച് മേലോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ കയറി പോവുക. അതാണ് നോർമലി കൂടുതൽ ആൾക്കാർക്കും അവരുടെ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവാനുള്ള റീസൺ. മനസ്സിലായോ? നമുക്ക് ചില സമയത്ത് 1 or 2 കേസസിൽ നമുക്ക് ഇങ്ങനെയുള്ള കേസസ് വിജയിക്കും. അതായത് ഈ ഒരു കേസസിൽ ഇത് നമുക്ക് വിജയിച്ചു. പക്ഷെ അതേപോലെ ആയിരിക്കണം എന്നില്ല. നമ്മളൊരു ലോങ് ടേമിക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ടാർഗറ്റ് അടിക്കാനുള്ള സമയം തന്നെ നോക്കിയേ, ഏകദേശം 250 minute ക്യാൻഡിൽ. അതായത് ഒരു എത്ര ഒരു ഹാഫ് ആൻ അവറിന്റെ അടുത്ത് നമുക്ക് എടുത്തുള്ളൂ മാർക്കറ്റിൽ ടാർഗറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി എൻട്രി പോയിന്റ് ആണ്. ആ ഒരു ഹൈ പ്രോബബിലിറ്റി എൻട്രി പോയിന്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് അത്ര അഗ്രസീവ് ആയിട്ട് മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ടാർഗറ്റിലോട്ട് പോയിട്ടുള്ളത്. മനസ്സിലായോ? നമ്മൾ അങ്ങനെ വേണം മാർക്കറ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റിൽ നമ്മൾ എങ്ങനെയെങ്കിലും മാർക്കറ്റിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ എടുക്കുന്ന എൻട്രി പോയിന്റ് ഹൈ പ്രോബബിലിറ്റി എൻട്രി പോയിന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു കൂടുതലായിട്ട് നമ്മുടെ ടാർഗറ്റ് അടിക്കാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ എൻട്രി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒബ്വിയസ്ലി നമുക്ക് ഹൈ ടൈം ഫ്രെയിംസിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ, നമ്മൾ അങ്ങനത്തെ ഹൈ ടൈം ഫ്രെയിംസിൽ ഓർഡർ ബ്ലോക്കിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അതായത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഹൈ പ്രോബിലിറ്റി എൻട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു മൂവ് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? ഓക്കെ,
ഇന്നത്തെ വീഡിയോ കൂടെ ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഒരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ആയിരിക്കും നമുക്ക് ബിയറിഷ് എക്സാമ്പിളും വരിക. അതായത് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് കാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്, ആ ഒരു 2 or more അപ് ക്ലോസ് കാൻഡിൽ ആയിരിക്കും നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട്, ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.